നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൺലൈൻ വഴി മരുന്ന് വാങ്ങിക്കാമെന്ന ചിന്ത ഇനി സൗദിയിൽ നടക്കില്ല. വാർത്തയിലേക്ക്. സൗദിയിലെ പ്രവാസികളാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഓൺലൈനായി മരുന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് ഇനി സൗദിയിൽ വിലക്കുണ്ട്. ഓൺലൈനായി വാങ്ങുന്ന മരുന്നുകൾ കൊറിയറായി ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കരുതെന്ന് പൊതുഗതാഗത അതോറിറ്റിയോട് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഓൺലൈനായി മരുന്നുകളും മെഡിക്കൽ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിന് വിലക്കുള്ളതായി സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയാണ് ഇത്തരത്തിൽ വ്യക്തമാക്കിയത്. മരുന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയിൽ നിന്ന് മുൻകൂട്ടിയുള്ള അനുമതി ആവശ്യമാണ്. മുൻകൂർ അനുമതി ഇല്ലാതെ മരുന്നുകളും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളും സ്വീകരിക്കരുതെന്ന് കൊറിയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും പൊതുഗതാഗത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. വിദേശത്ത് നിന്ന് സൗദിയിലേക്ക് മരുന്നുകൾ കൊണ്ടുവരുന്നതിന് ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിക്ക് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും കൃത്യമായ രേഖകളില്ലാതെയും വിദേശത്തു നിന്ന് മരുന്നുകൾ കൊണ്ടുവന്നതിന് നിരവധി പേർ സൗദിയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ പിടിയിലായിട്ടുമുണ്ട്. ഇത്തരത്തിൽ കുടുംബമായി എത്തിയ മലയാളികളും പിടിയിലായിട്ടുണ്ട്. അതുകൊണ്ട് സൗദിയുടെ നിയമവശങ്ങളൊക്കെ നമുക്ക് നന്നായി അറിയാം. സൗദി പോലുള്ള അറബ് രാജ്യങ്ങളിൽ നിയമം എത്രത്തോളമാണ് കർക്കശം എന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സൗദിയിലെ നിയമക്കുരുക്കിൽ അകപ്പെടാതിരിക്കാൻ അവിടുത്തെ നിയമങ്ങൾ പാലിക്കുകയേ നിവർത്തിയുള്ളൂ. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.